ഹലോ. അപ്പോൾ ദേ ഞാൻ ഇന്ന് ദേ സാരിയും കൊണ്ടാട്ടാൻ നിൽക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഈ സാരിയും കൊണ്ട് നിൽക്കണേന്ന്. അപ്പോൾ സാരി കൊണ്ടൊരു പണിയുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ കടയിൽ ഇത്തയുടെ മോൾക്ക് സാരി ഉടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു, മാളി ചേച്ചി ഒന്ന് സാരി ഉടുത്ത് തരുമോ എന്ന് ചോദിച്ചു. അവൾക്ക് റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം ഞാൻ എങ്ങനെയാണ് ഉടുക്കുന്നത് അതുപോലെ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ദേ സാരിയുടെ ഫ്ലീറ്റ്സൊക്കെ ദേ ആദ്യം തന്നെ ഞാൻ പിടിച്ചെടുത്തു കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന ട്രിക്ക് എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. എനിക്കെന്ന് പറഞ്ഞാൽ ഈ സാരിയിൽ മാക്സിമം ഒരു 15-16 ഫ്ലീറ്റെങ്കിലും ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. കാരണം ഇത് എൻ്റെ സാരി തന്നെയാണ്. ഇത് എന്താ പറയുക, നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഈ ഒരു ഷിഫോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ഫ്ലീറ്റ് കിട്ടും കേട്ടോ. നന്നായിട്ട് കിട്ടും. നല്ല വൃത്തിയിൽ ഒരെണ്ണം പോലും താഴത്തേക്ക് പോവാണ്ട് ഞാൻ എടുക്കും കേട്ടോ. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഓരോരുത്തർക്കും ഓരോ പാഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെ എൻ്റെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനെപ്പോഴും സാരി ഉടുക്കുന്ന വ്യക്തിയല്ല, പക്ഷേ എനിക്ക് മറ്റുള്ളവരെയൊക്കെ സാരി ഉടുപ്പിച്ച് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. പിന്നെ ഉടുപ്പിച്ച് കൊടുക്കുന്ന ആൾക്കാർ പറയാറുണ്ട് നന്നായിട്ടുണ്ടെന്നുള്ളത്. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു അഹങ്കാരമാണെന്ന് ഞാൻ പറയാറുണ്ട്. സാരി ഉടുക്കണതിൽ എന്നെ ആരും തോൽപ്പിക്കാൻ പറ്റാറില്ല, അത് ഞാൻ സ്വന്തമായിട്ട് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പരിപാടി ആരംഭിച്ചു കേട്ടോ. മിന്നുവിന് സാരി ഉടുക്കാം ജസ്റ്റ് ഒന്ന് റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാലും എനിക്കൊരു ലൈക്ക് തരണം നിങ്ങളെല്ലാവരും, ഓക്കെ. അപ്പം ഞാനപ്പം അങ്ങനെ നേരെ സാരി ഉടുക്കാൻ തുടങ്ങിയിട്ടാണ്. സാരി ഉടുക്കാൻ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ എപ്പോഴും സാരി ഉടുക്കുമ്പോൾ സെൻറ്ററിലെ ഫ്രണ്ടിലെ ഫ്ലീറ്റ് എപ്പോഴും നമ്മളൊന്ന് റെഡിയാക്കണം. എല്ലാവരും ചെയ്യുന്നത് സാധാരണ നമ്മൾ സാരി ഉടുത്ത് എല്ലാം ലാസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഫ്ലീറ്റ് ശരിയാക്കണം. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്ത് നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ടിലെ ഫ്ലീറ്റുകൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ അടുക്കി വെക്കണം. എനിക്ക് അതായിട്ട് ഇഷ്ടം. നല്ല വൃത്തിയിലിരിക്കണം. എനിക്ക് ഒരെണ്ണം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പാടില്ല. അതാണ് എനിക്കിഷ്ടം എപ്പോഴും സാരി ഉടുക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ 15 ഫ്ലീറ്റ് എടുത്തെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ എണ്ണി നോക്കിയാൽ മതി, സംഭവം 15 തന്നെ ഉണ്ടാവും. 15 കൂടുതലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഏകദേശം പറഞ്ഞതാട്ടാ. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തയാണ് കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. മിന്നുവിനിടയ്ക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ 15 കണ്ടിട്ട് കൂടി ഒരു ഞെട്ടിത്ത എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് മാളു ഈ 15 എടുക്കണേന്ന് ചോദിച്ചതിൽ സത്യം പറഞ്ഞാൽ എനിക്കും ഇതെങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഒരു എന്നെ സാരി ഉടുക്കുന്ന ഒരു പ്രായം മുതൽ ഞാൻ സ്വന്തമായിട്ട് തന്നെ പഠിപ്പിച്ചതാണ്. എന്നെ ആരും ഇത് പഠിപ്പിച്ചതെന്നല്ല കേട്ടോ. ഇപ്പം എല്ലാവരും സാരി ഉടുക്കാനൊക്കെ പഠിക്കാനായിട്ടൊക്കെ നടക്കണം. ഞാൻ ഒരുപാട് ആൾക്കാരെ കാണാറുണ്ട്, വീഡിയോസുകൾ കാണാറുണ്ട് കേട്ടോ. നമുക്ക് ശ്രമിച്ചാൽ ആർക്കും പറ്റും ഇത് ഉടുക്കാനും ഉടുപ്പിക്കാനും നമുക്ക് ആർക്കും പറ്റും. അപ്പോൾ ഞാൻ നേരെ ഫ്ലീറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ചെറിയ ഫ്ലീറ്റുകളാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഫ്ലീറ്റുകൾ നല്ല വൃത്തിയിൽ ഇരിക്കാനുള്ള കുറച്ച് ട്രിക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഫ്ലീറ്റ്സൊക്കെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഫ്ലീറ്റും നമ്മൾ കറക്റ്റായിട്ട് ഒരെണ്ണം പോലും ഉള്ളിലേക്ക് കയറിപ്പോകരുത്. കറക്റ്റായിട്ട് നിന്നാൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതലും നമ്മുടെ ബ്ലൗസ് ഒന്ന് എപ്പോഴും നമ്മൾ സാരി ഉടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ ബ്ലൗസും നല്ല പെർഫെക്റ്റായിട്ട് ഫിറ്റാണെങ്കിൽ ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി പോവാണ്ടും ഷോൾഡർ മലന്ന് പോവാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ സാരി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബ്ലൗസിൽ നമ്മൾ എന്താ പറയുക ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പോലെ ഇരിക്കും. കാരണം ബ്ലൗസും നമുക്ക് പെർഫെക്റ്റ് ആവണം. സാരി മാത്രം പെർഫെക്റ്റായ പോലെ നമ്മൾ സാരി ഉടുത്താൽ, കാരണം സാരി ചിലവരൊക്കെ അയൺ ചെയ്ത് നമ്മൾ ഉടുക്കാറില്ല. ആ അയൺ ചെയ്ത് ഉടുത്താലും ഉടുക്കുന്ന ആൾക്കാർക്ക് ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ ആ ബ്ലൗസ് ശരിയായിരിക്കണം. കാരണം ഷോൾഡറിൽ നിന്ന് എപ്പോഴും സാരി ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ വിട്ട് പോലെ ബ്ലൗസ് ഇങ്ങനെ നമുക്ക് ഊർന്ന് പോകില്ല. അപ്പം നമ്മുടെ സാരി ഉടുക്കണതിന് ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്ത എന്നോട് പറഞ്ഞു എന്നാൽ ഈ താഴത്ത് കൂടി ചെയ്യണമെന്ന് കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി, എന്തായാലും ഇത്ര ആയതില്ല, അപ്പോൾ ബാക്കി കൂടി കാണിക്കാമെന്ന് വെച്ചാൽ. അതായത് ഫുള്ളായിട്ട് സാരി ഉടുക്കണമെന്നില്ല, നമ്മുടെ ഈ ഷോപ്പുകളിലൊക്കെ ഉടുക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഉടുത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. മിന്നുവിന് പിന്നെ റീൽസ് ചെയ്യാൻ മേൽവശം മാത്രം മതിയായിരുന്നു, താഴ്വശത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളപ്പോൾ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടു. അപ്പോൾ അത് ഇതിലൊന്നും കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയണമെങ്കിൽ പറഞ്ഞാൽ മതി നിങ്ങൾ. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ അവിടെയും കൂടി ഒന്ന് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെയും കൂടി ഒന്ന് ഫ്ലീറ്റ്സൊക്കെ എടുത്തു. കാരണം ചെറിയ ഫ്ലീറ്റ്സുകൾ തന്നെയാണ് അവിടെ എടുത്തത്. അപ്പം നേരെ ഫ്ലീറ്റ് എടുത്തിട്ട് നേരെ അപ്പോൾ താഴേക്ക് ഒന്ന് ശരിയാക്കി കൊടുത്തു, നല്ല വൃത്തിയാക്കിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ മേളിൽ ഒന്നുകൂടി ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ മേളിലും കൂടി ഒന്ന് ക്ലിയർ ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് അടുക്കി നമുക്ക് ഫ്ലീറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ
ട്രിക്കുകളുണ്ട് അനങ്ങാണ്ടിരിക്കണമെങ്കിൽ. അതൊക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയുള്ളൂ, ഈ വീഡിയോയിലൊന്നും ഞാൻ പറയില്ല. എല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. കണ്ടോ? അപ്പോൾ താഴത്ത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയത്. താഴത്ത് മാത്രമല്ല ആ സൈഡിലെ ഫ്ലീറ്റ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് എൻഡിലുള്ളതാണ്. ഇങ്ങനെ നല്ല അടിഞ്ഞിരിക്കും, നല്ല വൃത്തിയിൽ. ഇത് ബോർഡ് നെക്കിൻ്റെ ബ്ലൗസ് ആയതുകൊണ്ടാണ് ഒന്നുകൂടി ഇങ്ങനെ ഇരിക്കുന്നത്. സാധാരണ ബ്ലൗസ് ആണെങ്കിൽ, കട്ടിങ് ബ്ലൗസ് ആണെങ്കിൽ കുറച്ച് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് സൈഡിലേക്കൊക്കെ വലിച്ചു കുത്തേണ്ട വരും. വലിച്ചു കുത്തേണ്ടാത്തവർക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു സൈഡിൽ നല്ല ഭംഗിയിൽ അടിഞ്ഞിരിക്കും കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടാവും.